സൂപ്പർ സാറാണ്. അങ്ങനെ നമ്മുടെ പ്ലസ് ടുക്കാരുടെ സേ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ പ്രകാരം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ബോർഡെ ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ കൂടെ വേണം ഈ പറയാൻ പോകുന്ന പോലെ ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്നൊന്ന് സെലക്ട് ചെയ്യണം. നമുക്ക് ഏകദേശം മാക്സിമം 3 എണ്ണമാണ് തോറ്റുപോയവർക്ക്, മീൻസ് പാസ്സാവാത്ത സബ്ജക്റ്റുകൾ 3 എണ്ണവും, പിന്നെ എല്ലാം ജയിച്ചവർക്ക് 1 എണ്ണം ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. അല്ല ഇമ്പ്രൂവ്മെൻറ്റിനും സ്റ്റേയ്ക്കും രണ്ടും 2 എന്നൊക്കെ ഒത്തിരി കുട്ടികൾ ചോദിക്കാറുണ്ട്. അങ്ങനെയില്ല, രണ്ടും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ പ്രകാരം നമുക്ക് നോക്കിക്കേ, ഗ്യാപ്പൊക്കെ വളരെ കുറവാണ്. ബട്ട് നമുക്ക് ഒരാൾക്ക് ഫിസിക്സിന് നല്ല ടൈമുണ്ട് കേട്ടോ. ഇപ്പോൾ ഫിസിക്സിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മുടെ ഏറ്റവും ഇച്ചിരി പ്രശ്നക്കാരനുണ്ട് കെമിസ്ട്രി. ഓക്കെ, സയൻസ് സബ്ജക്റ്റിൽ കെമിസ്ട്രി ഉണ്ട്. ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, മോർണിംഗും ആഫ്റ്റർനൂണും രണ്ടും ഉണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നോക്കിക്കേ, ഫോർനൂണിൽ 12-ാം തീയതി നമുക്കുള്ളത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് ഒത്തിരി പേരൊന്നും കാണില്ല. പക്ഷേ അന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ അന്ന് നമുക്ക് മോർണിംഗ് ഒക്കെ നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റും. അതൊരു നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ എല്ലാം എഴുന്നേറ്റ ശേഷം കുറേ സമയത്തിന് ശേഷം എക്സാം എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് നല്ല രീതിയിൽ കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. 13-ാം തീയതി നമുക്ക് ഇംഗ്ലീഷുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇംഗ്ലീഷ് എഴുതുന്നവരുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് എല്ലാം പാസ്സായവരിനുള്ളിൽ ഇമ്പ്രൂവ് ചെയ്യുന്നവർ ഇംഗ്ലീഷ് ഒത്തിരി പേരുണ്ട്. കാരണം ഒത്തിരി പേർക്ക് ഇംഗ്ലീഷ് മാർക്ക് കുറവുണ്ട്. അപ്പോൾ അതൊക്കെ അത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം സയൻസിൻ്റെ ഒന്നുമില്ല, അക്കൗണ്ടൻസി ഉണ്ട്, കൊമേഴ്സിൻ്റെ. 14-ാം തീയതി നമ്മുടെ ആൾ എത്തിയിട്ടുണ്ട്, മാത്തമാറ്റിക്സ് ആണ്, അത് മോർണിംഗ് ആണ് കേട്ടോ. അന്നും പിന്നെ ഉച്ചയ്ക്ക് ശേഷം വലിയ കമ്പ്യൂട്ടർ സയൻസും ഹോം സയൻസും ഒക്കെയാണുള്ളത്. അപ്പോൾ അന്നാണ് നമ്മുടെ മാത്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കെമിസ്ട്രിയുടെ എക്സാമിനുള്ളവർ, അപ്പോൾ കെമിസ്ട്രി മാത്സും ഉള്ളവരുണ്ടാവും. ഈ കെമിസ്ട്രി മാത്രം പല രീതിയിൽ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി മാത്സും ഉള്ളവർക്കാണെങ്കിൽ എന്തായാലും മാത്സ് കൂടെ നേരത്തെ പഠിച്ച് നിർത്തിയിട്ട് ഒരു 1-1.5 ദിവസത്തേക്ക് കെമിസ്ട്രി ലാസ്റ്റിൽ പഠിക്കുക. പിന്നെ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ മാത്സ് പഠിക്കാൻ കുഴപ്പമില്ല, അത് മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 19-ാം തീയതി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഫിസിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഒന്ന് നേരത്തെ ഒന്ന് പഠിച്ച് നിർത്തിയ ശേഷം പിന്നെ നമുക്ക് ഇടയ്ക്ക് നല്ലൊരു ഗ്യാപ്പുണ്ട്, 5 ദിവസത്തോളം ഗ്യാപ്പുണ്ട് കേട്ടോ, 14-ൽ നിന്നും 19. അപ്പോൾ നമുക്കതൊരു നല്ലൊരു പോസിറ്റീവാണ്. പിന്നുള്ളത് ബയോളജിയാണ്. അത് കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. ബയോളജിയുടെ തൊട്ട് അടുത്ത ദിവസം 20-ാം തീയതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ. അപ്പോൾ എല്ലാവരും ക്ലിയറായിട്ട് അവരവർക്ക് വേണ്ടതെല്ലാം ഒന്ന് എഴുതിയിട്ടോണം. ടൈം, അതുപോലെ ഡേ എല്ലാം ക്ലിയറായിട്ട് എഴുതിയിട്ടോണം. ഈ രീതിയിൽ കൂടെ വേണം നമ്മളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ. പിന്നെ ആപ്ലിക്കേഷൻ അയക്കേണ്ടവരെല്ലാം അയച്ചോണം, ടൈം വരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇതിലേതെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പോയിട്ടുണ്ടെങ്കിൽ, 3 പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. നിങ്ങൾ ഉറപ്പിച്ച് ജയിപ്പിക്കാനുള്ള എല്ലാ വഴികളും തന്നുകൊണ്ടുള്ള ക്ലാസ് കിട്ടും. ഓക്കെ, വളരെ എളുപ്പത്തിൽ ഇത്രയുമേ ഉള്ളൂ ഒരു സബ്ജക്റ്റിന് കേട്ടോ, ഇത്രയുമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി 3 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ഇത്രയുമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ജയിക്കുക. കാരണം നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് തോറ്റവർക്ക് ജയിക്കുക എന്നുള്ളതാണ്. ഇനി ജയിച്ചവർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ളിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അതിനും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് ഈ ടൈമിൽ, ഇതാണ് വളരെ ഒരു പ്രഷ്യസ് ടൈമാണ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമേ സമയം കളയല്ല, 1 മിനിറ്റ് പോലും കളയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടുമേ ഒരു പുറകോട്ട് പോകരുത് കേട്ടോ. ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടതെല്ലാം എഴുതിയെടുത്ത് ഇപ്പോൾ +2 പാസ്സായവരുടെ ആ ലെവലിൽ എത്തിയിരിക്കണം. ഓക്കെ, അതിനുള്ളൊരു പ്രതിജ്ഞ എടുത്ത് അങ്ങോട്ട് പഠിച്ചോ. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.